ഹലോ ഫ്രണ്ട്സ്. ബി.എഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ രൂപത്തിലുള്ള ലെസൺ പ്ലാനുകളൊക്കെ എഴുതേണ്ടി വരും. ഒരുപാട് മോഡലുകളുണ്ട്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, ഡിസ്കഷൻ മോഡൽ, ഡെമോൺസ്ട്രേഷൻ മോഡൽ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള 5 ട്രെയിനിങ് മോഡൽ, അങ്ങനെ ഒരുപാട് മോഡലുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇൻക്വയറി ട്രെയിനിങ് മോഡലിൻ്റെ ജസ്റ്റ് ഒരു മോഡലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ബി.എഡ് ഫിസിക്കൽ സയൻസിലുള്ള സബ്ജക്റ്റ് ഫിസിക്സിലെ ഊർജ്ജതന്ത്രം, അതിലെ ലെൻസുകൾ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ലെൻസിൻ്റെ ഫോക്കസ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻക്വയറി ട്രെയിനിങ് മോഡലാണ് ഇവിടെ ലെസൺ പ്ലാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ കാണുന്നവർ വ്യത്യസ്തമായ മോഡലുകളുടെ വീഡിയോ ഞാൻ ആൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബി.എഡ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ പറയാം. നിങ്ങൾക്കിതിൽ വേണ്ട ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ വ്യത്യസ്തമായ ആക്ടിവിറ്റികളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. എന്നാലും ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്, ഏതൊക്കെ രൂപത്തിലാണിത് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ പ്രിലിമിനറി ഡീറ്റെയിൽസ് എല്ലാം ലെസൺ പ്ലാനിൽ കൊടുക്കുന്ന പോലെ നമ്മളുടെ കുട്ടികളുടെയും ടീച്ചറിൻ്റെയും അതുപോലെ തന്നെ സ്കൂള്, സബ്ജക്റ്റ്, സ്ട്രെങ്ത്, ക്ലാസ്, ഡേറ്റ് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഫസ്റ്റ് പ്രിലിമിനറി ഡീറ്റെയിൽസിൽ കൊടുത്തതിന് ശേഷം നമ്മൾ കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന സബ് ഹെഡിങ് ആണ് പിന്നെ വരുന്നത്. കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ വരുന്നത് കുട്ടി ആ ക്ലാസ് കഴിയുമ്പോഴത്തേക്കുള്ള കുട്ടി എന്തൊക്കെ കിട്ടും, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി പഠിക്കും അല്ലെങ്കിൽ മനസ്സിലാക്കും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ആശയം, അതാണ് അവിടെ കൊടുത്തുള്ളത്. പ്രവർത്തനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഗ്രൂപ്പ് ചർച്ചകളിലൂടെയും വിവരശേഖരണത്തിലൂടെയും അധ്യാപകൻ്റെ വിശദീകരണത്തിലൂടെയും കുട്ടി ലെൻസിൻ്റെ ഫോക്കസ് എന്ന ആശയം രൂപീകരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുട്ടി ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആ ആശയം നമുക്ക് കിട്ടും എന്നതിനെ പറ്റിയാണ് കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കണ്ടൻറ് അനാലിസിസ്. നമുക്ക് ടേംസ്, ഫാക്ട്സ്, കൺസെപ്റ്റ്സ്, ലോസ് അതൊക്കെ വരും. ഇവിടെ വരുന്നത് ടേംസ്, ഫാക്റ്റ്, കൺസെപ്റ്റ്സ്. നമുക്ക് ടേംസ്, ഫാക്റ്റൊക്കെ ഒരുപാട് ഫാക്റ്റുകൾ എഴുതാം, കൺസെപ്റ്റ് ഒരുപാട് എഴുതാം. നമുക്ക് നോക്കാം. ടേംസ്, ലെൻസിൻ്റെ ഫോക്കസ്, ദൂരം, മിഥ്യാ ഫോക്കസ്, ഇതാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ടേംസുകൾ. അതിൽ വരുന്ന ഫാക്റ്റുകൾ: ഒരു കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്നു. അതായത് ഞാനിവിടെ പറയുന്നത് ഒരു മോഡൽ മാത്രമാണ്. നിങ്ങൾ ചിലപ്പോൾ വേറെ ചാപ്റ്ററോ അല്ലെങ്കിൽ വേറെ ടോപ്പിക്കായിരിക്കും എഴുതുക. അപ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫാക്റ്റുകളാണ് എഴുതേണ്ടത് എന്നതാണ് ഞാൻ ഈ ലെൻസിൻ്റെ ഫോക്കസ് എന്ന ചാപ്റ്ററിൽ ഫാക്റ്റുകളാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഫാക്റ്റുകൾ: ഒരു കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുന്നു. പ്രാചീന ഗ്രീക്കുകാർക്ക് ലെൻസ് കൊണ്ട് തീ ഉണ്ടാക്കുന്ന വിദ്യ അറിയാമായിരുന്നു. ആർക്കിമിഡീസ് ആണ് തീ കണ്ണാടി ഉണ്ടാക്കിയത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്നു. ഇവർക്ക് ലാറ്റിൻ ഭാഷയിൽ ലെൻസ് എന്നാണ് പറയുന്നത്. ചില ലെൻസുകളിൽ മിഥ്യാ ഫോക്കസ് കാണപ്പെടുന്നു. അപ്പോൾ അതാണ് ഫാക്റ്റുകളായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ ഒരുപാട് ഫാക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. കൺസെപ്റ്റുകൾ വരുന്നതിൽ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന രശ്മികൾ അപവർത്തനത്തിന് ശേഷം മറുവശത്ത് മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഈ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നു. ഫോക്കസും ലെൻസും തമ്മിലുള്ള ദൂരത്തെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നു. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ലെൻസിൽ പതിക്കുന്ന രശ്മികൾ അപവർത്തനത്തിനു ശേഷം അകന്നു പോകുന്നതായി തോന്നുന്നു. ഈ രശ്മികൾ അവ പതിക്കുന്ന വശത്തുള്ള മുഖ്യ അക്ഷത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായി തോന്നുന്നു. ഈ ബിന്ദു കോൺകേവ് ലെൻസിൻ്റെ ഫോക്കസ് എന്ന തോന്നൽ മാത്രമാകയാൽ മിഥ്യാ ഫോക്കസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ വരുന്ന കൺസെപ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ലേണിംഗ് ഔട്ട്കംസ് നമുക്കറിയാം. റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. അതിൽ കുട്ടി കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൺസെപ്റ്റിലേക്ക് കുട്ടിയെ എത്തിച്ചതിന് ശേഷം ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ വെച്ച് കുട്ടിക്ക് അത് ആ കൺസെപ്റ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ വ്യത്യസ്തമായുള്ള ആക്ടിവിറ്റികളിലൂടെ കുട്ടിയെ എൻഗേജ് ചെയ്ത് നമ്മൾ ഡെയിലി ലൈഫുമായി കമ്പയർ ചെയ്ത് ഒക്കെ ചെയ്യുന്ന ഒരു ലേണിംഗ് ഔട്ട്കംസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ആ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ആ ചാപ്റ്ററിലുള്ള മൊത്തം അല്ലെങ്കിൽ ആ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട മൊത്തം കാര്യങ്ങൾ കുട്ടി കിട്ടുന്ന രൂപത്തിലാണ് നമ്മളിവിടെ ലേണിംഗ് ഔട്ട്കംസ് കൊടുക്കുക. ടു എനേബിൾ ദ ലേണർ ഇൻ റിമെമ്പറിംഗിൽ വരുന്നത് റീകാളിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ഫോക്കസ് ഓഫ് ലെൻസ്, റെക്കഗ്നൈസിംഗ് ദ കൺസെപ്റ്റ് ഓഫ് ഫോക്കസ് ഓഫ് ലെൻസ്, അണ്ടർസ്റ്റാൻഡിംഗ്, എക്സ്പ്ലെയിനിങ് ദ കൺസെപ്റ്റ് ഓഫ് ഫോക്കസ് ഓഫ് ലെൻസ്, ഇല്ലുസ്ട്രേറ്റിംഗ് ദ കൺസെപ്റ്റ് വിത്ത് എക്സാമ്പിൾസ്. അപ്ലൈയിങ്ങിൽ വരുന്നത് എൻഗേജിങ് ഇൻ ആക്ടിവിറ്റീസ് ഷോയിങ് ഫോക്കസ് ഓഫ് ലെൻസ്, അനലൈസിങ്, കമ്പയറിംഗ് ദീസ് ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓഫ് ലെൻസ്, ഇവാലുവേറ്റിംഗ് ഡെയിലി ലൈഫ് അപ്ലിക്കേഷൻസ് ഓഫ് ഫോക്കസ് ഓഫ് ലെൻസ്, ക്രിയേറ്റിംഗ്, പ്ലാനിങ് ആൻഡ് ആക്ടിവിറ്റി റിലേറ്റഡ് ടു ഫോക്കസ് ഓഫ് ലെൻസ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ലേണിംഗ് ഔട്ട്കംസിൽ വരുന്നത്. എൻട്രി ബിഹേവിയറിൽ വരുന്നത് കണ്ണിലും മൈക്രോസ്കോപ്പിലും മറ്റു ലെൻസുകളുണ്ടെന്ന് കുട്ടികൾക്കറിയാം.
സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ട് നമ്മൾ എടുക്കുന്നത് കോൺകേവ് ലെൻസ്, കോൺവെക്സ് ലെൻസ്, മെഴുകുതിരി, കാർഡ്ബോർഡ്. ഇനി നമ്മൾ ക്ലാസ് റൂം ഇൻട്രാക്ഷനിലേക്ക് കിടക്കുന്നത് സിൻടാക്സ് ഉണ്ട്, പ്യൂപ്പിൾ ആക്ടിവിറ്റി, ടീച്ചർ ആക്ടിവിറ്റി. ഫേസ് 1 എൻകൗണ്ടർ വിത്ത് എ പ്രോബ്ലം, പ്രസൻറ്റിംഗ് ദ പ്രോബ്ലം. അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാണ്, പീപ്പിൾ ആക്ടിവിറ്റി ആയിട്ട് പ്രവർത്തനം നിരീക്ഷിക്കുന്നു. ടീച്ചർ ആക്ടിവിറ്റി, ടീച്ചർ കുട്ടികളുമായി ക്യാമറയിലൂടെയും മറ്റും വസ്തുക്കളെ വ്യക്തമായി കാണാൻ ഫോക്കസിംഗ് സഹായിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ലെൻസിൻ്റെ ഫോക്കസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതിനുശേഷം ഒരു കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എടുത്ത് മെഴുകുതിരി വെട്ടത്തെ കാർഡ്ബോർഡിൽ പതിപ്പിക്കുകയും ലെൻസ് ക്രമേണ നീക്കി പ്രകാശവൃത്തം ഏറ്റവും ചെറുതാകുന്ന സ്ഥാനം നിർണ്ണയിക്കുകയും ചെയ്യുന്നു. രണ്ടുതരം ലെൻസിലൂടെയും പ്രകാശരശ്മികൾ എപ്രകാരമാണ് കടന്നു പോകുന്നതെന്നും അവയുടെ ഫോക്കസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ചിന്തിക്കുവാൻ ടീച്ചർ ആവശ്യപ്പെടുന്നു. ചർച്ചയിലൂടെ ഈ ക്ലാസ് മറ്റു ക്ലാസ്സുകളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് കുട്ടികളെ മനസ്സിലാക്കുന്നു. ക്ലാസ്സിൽ കാണിച്ച പ്രവർത്തനത്തിലെ തത്വം സ്വന്തമായി കണ്ടെത്തണമെന്ന് ടീച്ചർ കുട്ടികളോട് നിർദ്ദേശിക്കുന്നു. ഇതിനായി ലഘു പരീക്ഷണങ്ങളോ അതെ അല്ല എന്ന ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളോ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അതാണ് ഫേസ് 1 നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. എൻകൗണ്ടർ വിത്ത് എ പ്രോബ്ലം, പ്രസൻറ്റിംഗ് ദ പ്രോബ്ലം. ഫേസ് 2 ആൻഡ് 3 വരുന്നത് ഡാറ്റ ഗാദറിങ്ങും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. ആദ്യത്തേത് കോൺവെക്സ് ലെൻസും പ്യൂപ്പിൾ ആക്ടിവിറ്റിയിൽ വരുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത് കോൺവെക്സ് ലെൻസും രണ്ടാമത്തേത് കോൺകേവ് ലെൻസുമല്ലോ. അതെ. മെഴുകുതിരി വട്ടം ആദ്യം കോൺവെക്സ് ലെൻസിലൂടെയല്ലേ കടത്തിവിട്ടത്? അതെ. അപ്പോൾ ടീച്ചർ പറയണം അതെ. ലെൻസ് ക്രമേണ നീക്കിയല്ലേ പ്രകാശവൃത്തം ചെറുതാവുന്ന സ്ഥാനം കണ്ടുപിടിച്ചത്? അതെ. ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശ തീവ്രതയിൽ മാറ്റമുണ്ടോ? ഉണ്ട്. ലെൻസിലൂടെ പോകുന്ന മെഴുകുതിരി വട്ടം ശരിയായി കാർഡ്ബോർഡിൽ വീഴുകയല്ലേ ചെയ്യുന്നത്? അതെ. പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കപ്പെടുന്നതല്ലേ ഇതിന് കാരണമല്ലേ? ശരിയായ ചോദ്യമല്ല. ഇതിന് കാരണം എന്താണ്? രണ്ടാമത് കോൺകേവ് ലെൻസിൽ കൂടി അല്ലേ പ്രകാശം കടത്തിവിട്ടത്? അതെ. ഇവിടെയും പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്നുവെന്നത് ശരിയല്ലേ? അതെ. കോൺകേവ് ലെൻസിൽ കൂടി പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതും ഒരു ശരിയായ ചോദ്യമല്ല. ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്, അതും ശരിയായ ചോദ്യമല്ല. കോൺകേവ് ലെൻസിൽ കൂടി പ്രകാശരശ്മികൾ കടന്നു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അതായത് ഒരു ക്ലാരിഫൈ ചെയ്യുന്ന കുട്ടികൾക്ക് ആൻസർ കിട്ടണമല്ലോ. കാർഡ്ബോർഡിൽ ഉണ്ടാകുന്ന പ്രകാശ തീവ്രതയിൽ വ്യത്യാസത്തിന് കാരണം എന്താണ്? ശരിയായ ചോദ്യമല്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് അതിൻ്റെ ആൻസർ കിട്ടാം. അതേ അങ്ങനത്തെ ഒരു കൺസെപ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികൾക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫേസ് 4ലേക്ക് വരുമ്പോൾ ഫോർമുലേറ്റിംഗ് എക്സ്പ്ലനേഷൻ. ആ എക്സ്പ്ലനേഷൻ ഫോർമുലേറ്റ് ചെയ്യണം നമ്മൾ. ലെൻസും ബോർഡും തമ്മിലുള്ള ദൂരം വ്യത്യാസപ്പെടുത്തി പരീക്ഷണം ആവർത്തിക്കട്ടെ. ശരി. ഒരു പ്രാവശ്യം കൂടി ദൂരം വ്യത്യാസപ്പെടുത്തട്ടെ. ശരി. ഇപ്പോൾ പ്രകാശ തീവ്രത ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമല്ലേ? അതെ. ഇതിന് കാരണം ലെൻസും ബോർഡും തമ്മിലുള്ള ദൂരം വ്യത്യാസപ്പെടുത്തിയത് കൊണ്ടല്ലേ? അതെ. ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ബിന്ദുവല്ലേ ലെൻസിന്റെ ഫോക്കസ്? അതെ. ഈ ബിന്ദുവിൽ നിന്നും ലെൻസിലേക്കുള്ള ദൂരത്തെയല്ലേ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്? അതെ. കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കുന്ന രേഖാചിത്രം വരയ്ക്കട്ടെ. ശരി. ഒരു കോൺകേവ് ലെൻസ് ഉപയോഗിച്ചു പരീക്ഷണം ആവർത്തിക്കട്ടെ. ശരി. രണ്ട് ലെൻസിലൂടെയും പ്രകാശരശ്മികൾ കേന്ദ്രീകരിക്കപ്പെടുന്നത് വ്യത്യസ്തമായല്ലേ? അതെ. എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതായത് അതേ അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ല വരുന്നത്. അതാണ് ശരിയായ ചോദ്യമല്ല എന്ന് പറഞ്ഞു. കോൺകേവ് ലെൻസിലൂടെ പ്രകാശരശ്മികൾ കടന്നതിന് ശേഷം അവ കടന്നു പോകുന്നതായി കാണുന്നില്ലേ? അതെ. ഈ രശ്മികൾ അവ പതിക്കുന്ന വശത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായിട്ടല്ലേ തോന്നുന്നത്? അതെ. ഈ ബിന്ദുവിൽ എങ്ങനെയാണ് പ്രകാശം പടർന്ന് കിടക്കുന്നതായി കാണുന്നത്? ശരിയായ ചോദ്യമല്ല. അതായത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഈ ബിന്ദുവിനെയല്ലേ കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്? അതെ. ഈ ബിന്ദു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് എന്ന തോന്നൽ മാത്രമാകയാലല്ലേ മിഥ്യാ ഫോക്കസ് എന്നറിയപ്പെടുന്നത്? അതെ. ഫേസ് 5 നമ്മൾ ഇത് പറഞ്ഞ കാര്യങ്ങൾ അനലൈസിസ് ഓഫ് ദ ഇൻക്വയറി ട്രെയിനിങ് പ്രോസസ്. ചോദ്യങ്ങൾ ചോദിച്ചത് വഴി കുട്ടികൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചല്ലോ. നിങ്ങൾ എങ്ങനെയാണ് ഉത്തരത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ എത്തിച്ചേർന്നത്? കുട്ടികൾ ചോദിച്ച രീതി വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു. അതെ അല്ല എന്നുത്തരം വരുന്ന ചോദ്യങ്ങളാണ് ഉത്തരത്തിലെത്താൻ സഹായിച്ചത്. എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളെ ഉത്തരത്തിലെത്താൻ സഹായിച്ചതെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ പറയുന്ന ആൻസറാണ് അതെ അല്ല എന്നുത്തരം വരുന്ന ചോദ്യങ്ങളാണ് ഉത്തരത്തിലെത്താൻ സഹായിച്ചത്. തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ച ഭാഗങ്ങൾ എങ്ങനെ ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു എന്ന് കുട്ടികളെ വ്യക്തമാക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കുട്ടിക്ക് കിട്ടുകയാണ്. അതെ അല്ലെങ്കിൽ അല്ല എന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട്
ആ കൺസെപ്റ്റ് കുട്ടികൾക്ക് ഉണ്ടായി കൊടുക്കുകയാണ്. ഇവിടെ വരുന്ന ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ടീച്ചിങ് പ്യൂപ്പിൾ ടീച്ചർ റെസ്പോൺസ് അല്ലെങ്കിൽ ടീച്ചർ പ്യൂപ്പിൾ കണക്ഷൻ ഇൻട്രാക്ഷൻ വരുന്ന ഭാഗമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇവിടെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിനുള്ള ആൻസർ ടീച്ചർ കൊടുത്തതിന് ശേഷം അത് വ്യത്യസ്തമായ ഫേസുകളിലൂടെ അനലൈസ് ചെയ്തിട്ടാണ് കൺസെപ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് എഴുതേണ്ട രൂപത്തിൽ ഒബ്ജക്റ്റീവ്സ്: ദ ഡെവലപ്പ് സയൻറ്റിഫിക് പ്രോസസ് സ്കിൽസ് ലൈക്ക് ഒബ്സർവിങ്, കളക്ടിങ്, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ്, അനലൈസിസ് എക്സെട്ര. ടു ഡെവലപ്പ് ലേണിംഗ് സ്ട്രാറ്റജീസ് എമംഗ് ലേണേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ക്രിയേറ്റീവ് തിങ്കിങ്. Social system. In the beginning, it is highly structured, then it becomes moderately and low structured. Principle of reaction. Teacher is the promoter of students' thinking. Teacher helps the students to inquiry. Support system. Inquiry atmosphere in the classroom. Problem presentation is essential. Active participations of teachers and students is important. Instructional effect: to improve creative inquiry, to develop process skills. Nurtural effects: to develop spirit of creativity, to improve independent thinking, to develop tolerance of ambiguity. അതായത് വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ ഒരു ക്ലാസ് റൂമിൽ കയറേണ്ടി വരും. ഓരോ ദിവസവും ഓരോ മോഡലിൽ വേണം ക്ലാസ് എടുക്കാൻ. അതാണ് വ്യത്യസ്തമായ ഒരുപാട് മോഡലുകളിൽ ലെസൺ പ്ലാനുകൾ നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ PDF ഫയലുകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിലൊക്കെ നിങ്ങൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഇതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു മോഡലുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.